ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, നമ്മുടെ ദേവാലയത്തിലെ സാങ്ച്വറിയെക്കുറിച്ചുള്ള നമ്മുടെ പഠനം നമ്മൾ തുടരുകയാണ്. സാങ്ച്വറിയിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം, അത് എല്ലാവർക്കും ദൃശ്യമായ രീതിയിലുള്ള ഈശോയുടെ ഒരു ക്രൂശിത രൂപമാണ്. ക്രൂശിൽ തൂങ്ങപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ഒരു രൂപം. എന്താണ് സാങ്ച്വറിയിലെ ഈ ക്രൂശിത രൂപത്തിൻ്റെ പ്രാധാന്യം? അല്ലെങ്കിൽ ഈ ക്രൂശിത രൂപം എന്താണ് നമ്മോട് പറയുന്നത്? അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, മാലാഖമാരുടെ അപ്പത്തിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോയുടെ ക്രൂശിതമായ രൂപം. അത് ദിവ്യബലിക്കായി അണയുന്ന ഏവർക്കും ദൃശ്യമാകുന്ന രീതിയിൽ വേണം അത് സ്ഥാപിക്കേണ്ടതും. എന്താണ് ഈ ക്രൂശിത രൂപത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലി ഈശോ കാൽവരിയിലെ കുരിശിൽ അർപ്പിച്ച അതേ ദിവ്യബലി തന്നെയാണ് എന്നാണ് നമ്മോട് ഈ ക്രൂശിത രൂപം പറയുക. എങ്ങനെയാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈശോ ദിവ്യകാരുണ്യം അല്ലെങ്കിൽ ദിവ്യബലി അർപ്പണം ഈശോ സ്ഥാപിക്കുന്നത് അവിടുത്തെ അന്ത്യ അത്താഴ മേശയിൽ വെച്ചാണ്. അന്ത്യ അത്താഴ മേശയിൽ ഈശോ തൻ്റെ അപ്പോസ്തലന്മാരെ എല്ലാവരെയും മേശയിൽ ഇരിക്കുവാനായിട്ട് തന്നോടൊപ്പം അന്ത്യ അത്താഴത്തിനായിട്ട് ഇരുത്തുകയാണ്. അവിടെ വെച്ച് ഈശോ അപ്പമെടുത്തിട്ട് മുറിച്ചു, വാഴ്ത്തി വിഭജിച്ചു, മുറിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് എൻ്റെ ശരീരം പോലെയാകുന്നു എന്നല്ല ഈശോ പറയുന്നത്, അല്ലെങ്കിൽ ഇത് എൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് എന്നല്ല ഈശോ പറയുന്നത്. ഈശോ പറയുന്നു, ഇത് ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു, അത് മുറിക്കപ്പെട്ട ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ഈശോയുടെ ശരീരം എപ്പോഴാണ് മുറിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്നത്? അത് പിറ്റേ ദിവസം, അതായത് ദുഃഖവെള്ളിയാഴ്ച, ഈശോ ക്രൂശിതനായ ആ വെള്ളിയാഴ്ച കാൽവരിയിലെ കുരിശിൽ വെച്ചാണ് ഈശോയുടെ ശരീരം മുറിക്കപ്പെടുന്നത്. അപ്പോൾ ഈശോ അതിൻ്റെ തലേ ദിവസം അന്ത്യ അത്താഴ മേശയിൽ വെച്ച് അപ്പമെടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മുറിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈശോ പിറ്റേ ദിവസം കാൽവരിയിലെ കുരിശിൽ ഈശോ ചെയ്യുവാൻ പോകുന്ന തൻ്റെ ശരീരത്തിൻ്റെ അർപ്പണം, തൻ്റെ ശരീരത്തിൻ്റെ മുറിക്കപ്പെടൽ, കുരിശിൽ മുറിക്കപ്പെടൽ, അത് ഈശോ മുൻകൂറായി ആ അന്ത്യ അത്താഴ മേശയിൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് ഈശോ മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രം എടുത്തിട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു. നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈശോയുടെ രക്തം ചിന്തപ്പെടുന്നത്? അത് പിറ്റേ ദിവസം കാൽവരിയിലെ കുരിശിൽ വെച്ചാണ് ഈശോയുടെ രക്തം ചിന്തപ്പെടുന്നത്. അപ്പോൾ ഈശോ അന്ത്യ അത്താഴ മേശയിൽ വെച്ച് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന രക്തം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം കാൽവരിയിലെ കുരിശിൽ ചിന്തപ്പെടുന്ന ആ ഒരു ബലി, കാൽവരിയിലെ കുരിശിൽ അവിടുന്ന് അർപ്പിക്കാൻ പോകുന്ന ആ ബലി അവിടുന്ന് മുൻകൂറായി ആ അന്ത്യ അത്താഴ മേശയിൽ ചെയ്യുകയാണ്. പിറ്റേ ദിവസം കുരിശിൽ വിഭജിക്കപ്പെടുവാൻ പോകുന്ന തൻ്റെ ശരീരമായും ചിന്തപ്പെടാൻ പോകുന്ന തൻ്റെ രക്തമായും അവിടുന്ന് അപ്പത്തെയും വീഞ്ഞിനെയും മാറ്റുകയാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, എന്താണോ അവിടുന്ന് അന്ത്യ അത്താഴ മേശയിൽ ചെയ്തത്, അത് പിറ്റേ ദിവസം അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ്. അല്ലെങ്കിൽ കാൽവരിയിലെ കുരിശിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ് അവിടുന്ന് അന്ത്യ അത്താഴ മേശയിൽ ചെയ്യുന്നത്. എന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ട്രെൻറ്റ് കൗൺസിൽ, ത്രെന്തോസ് സുനഹദോസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രെൻറ്റ് കൗൺസിൽ ഇതിനെക്കുറിച്ച് പറയുക, ഹി മിസ്റ്റിക്കലി ആൻറ്റിസിപ്പേറ്റഡ് ദ സാക്രിഫൈസ് ഓഫ് ക്രോസ് ഓൺ കാൽവരി. കാൽവരിയിലെ കുരിശിലെ ബലി,
അവിടുന്ന് വളരെ നിഗൂഢമായ രീതിയിൽ, വളരെ ദൈവികമായ നിഗൂഢമായ രീതിയിൽ അന്ത്യ അത്താഴമേശയിൽ മുൻകൂറായി ചെയ്തു. അന്ത്യ അത്താഴമേശയിൽ ചെയ്തതും കാൽവരിയിലെ കുരിശിൽ ചെയ്തതും ഒരേ ബലി തന്നെയാണ്. അതാണ് ഈശോ നമ്മോട് പറഞ്ഞത്, അവർ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ ഈശോയുടെ ആ കൽപ്പന, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന ഈശോയുടെ കൽപ്പനയാണ് നമ്മൾ നമ്മുടെ ദേവാലയങ്ങളിലെ അൾത്താരകളിൽ ചെയ്യുന്നത്. അപ്പോൾ ഈശോ അന്ത്യ അത്താഴമേശയിൽ ചെയ്തതും ഈശോ കാൽവരിയിലെ കുരിശിൽ ചെയ്തതും ഒരേ കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഈശോ നമ്മുടെ അൾത്താരയിൽ ചെയ്യുന്നതും. അതായത് നമ്മുടെ ദേവാലയങ്ങളിലെ അൾത്താരയിൽ അപ്പം ഈശോയുടെ ശരീരമായി മുറിക്കപ്പെടുമ്പോൾ, വീഞ്ഞ് ഈശോയുടെ രക്തമായി ചിന്തപ്പെടുമ്പോൾ, കാൽവരിയിലെ കുരിശിലെ അതേ ബലി തന്നെ, അന്ത്യ അത്താഴമേശയിലെ അതേ ബലി തന്നെയാണ് നമ്മുടെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്നത്. ഇത് നമ്മോട് പറയുന്നതാണ് നമ്മുടെ സാങ്ച്വറിയിലെ ക്രൂശിതനായ യേശുവിൻ്റെ രൂപം നമ്മോട് ചെയ്യുക. അപ്പോൾ നമ്മൾ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുക സാങ്ച്വറിയിൽ ക്രൂശിതനായ ഈശോയുടെ ഒരു രൂപമാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് നോക്കുന്ന ദിവ്യബലി അർപ്പിക്കാൻ വരുന്നവരോട് ആ രൂപം അല്ലെങ്കിൽ ആ തിരുസ്വരൂപം നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങൾ അൾത്താരയിൽ ഇപ്പോൾ അർപ്പിക്കുന്നത് ഞാൻ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ്. നിങ്ങൾ അൾത്താരയിൽ ഇപ്പോൾ അർപ്പിക്കുന്നത് ഞാൻ അന്ത്യ അത്താഴമേശയിൽ ചെയ്ത അതേ ബലി തന്നെയാണ്. അന്ത്യ അത്താഴമേശയിലെ ബലിയും കാൽവരിയിലെ ബലിയും അൾത്താരയിലെ ബലിയും ഈശോയുടെ ഒരേ ഒരു ബലി തന്നെയാണ്. അതാണ് നമ്മുടെ സാങ്ച്വറിയിലെ വലിയ ക്രൂശിത രൂപത്തിൻ്റെ പ്രത്യേകത.